നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ നേഷൻസ് ലീഗിൽ ഇന്ന് പോർച്ചുഗൽ കളിക്കാൻ ഇറങ്ങുകയാണ്. തൻ്റെ 900 ഗോളുകൾ തികക്കുക, 900ാമത്തെ ഗോൾ നേടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ക്രിസ്ത്യാനോ ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ. എതിരാളികൾ ക്രൊയേഷ്യയാണ്. അപ്പോൾ ഈ കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ കോച്ച് റോബർട്ടോ മാർട്ടിനസിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ക്രിസ്ത്യാനോ ടീമിനെ സഹായിക്കാൻ റെഡിയാണെന്നാണല്ലോ പറഞ്ഞത്. കാരണം അതിന് മുമ്പത്തെ ദിവസം CR7 മാധ്യമങ്ങൾ കണ്ടിരുന്നു. ഏത് തരത്തിലും ടീമിനെ സഹായിക്കാൻ ആണല്ലോ പറഞ്ഞത്. അദ്ദേഹം സ്റ്റാർട്ടിംഗ് 11 ഉണ്ടാകുമോ? ചോദ്യത്തിൻ്റെ മറുപടി ശ്രദ്ധിക്കുക. അദ്ദേഹം പറയുന്നു, റോബർട്ടോ മാർട്ടിനസ് പറയുന്നു, ക്രിസ്ത്യാനോ ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്. പക്ഷേ ഫുട്ബോളിൽ വളരെ കോമ്പറ്റീഷൻ ഉണ്ടാകും. എല്ലാവർക്കും സെയിം അംബീഷൻ ഉണ്ടാവും, ഓരോ താരങ്ങൾക്കും. സോ ക്രിസ്ത്യാനോ ഇപ്പം ഈ ഒരു സീസൺ വളരെ മികച്ച രൂപത്തിൽ തുടക്കമിട്ടയാളാണ്. പക്ഷേ പ്ലേയിങ് 11 അതിൽ ഒരു താരത്തിനും സ്ഥാനം ഗ്യാരണ്ടീഡ് അല്ല. നേഷൻസ് ലീഗിലെ ഒരു ഡിഫറൻറ്റ് ഫോർമാറ്റാണ്. നമുക്ക് 72 മണിക്കൂറിനുള്ളിൽ 2 മത്സരങ്ങൾ കളിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കൂടുതൽ താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ. സോ ആര് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യിക്കാം, പക്ഷേ ആർക്കും ടീമിൽ പ്ലേയിങ് 11 സ്ഥാനം ഉറപ്പില്ല എന്ന് റോബർട്ടോ മാർട്ടിനസ് പറയുന്നു. സാധാരണ റോബർട്ടോ മാർട്ടിനസ് അത്തരത്തിൽ പ്രതികരിച്ച് നമ്മൾ കാണാറില്ല. അപ്പോൾ അവിടെ ഒരു സംശയം സ്വാഭാവികമായിട്ടുമുണ്ട്. ഇന്ന് സ്റ്റാർട്ടിംഗ് 11 ക്രിസ്ത്യാനോ ഇല്ലാതെ ബെഞ്ചിലിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നർത്ഥം. ഇതൊരു പുതിയ സൈക്കിളാണ്, വേൾഡ് കപ്പ് സൈക്കിളാണ് എന്നൊക്കെ സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ കോച്ച് പറഞ്ഞിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:15 യുവേഫ നേഷൻസ് ലീഗിൻ്റെ ഗ്രൂപ്പ് എയിൽ പോർച്ചുഗൽ കളിക്കാനിറങ്ങുന്നത്. ലീഗ് 1ൻ്റെ ഗ്രൂപ്പ് എയിലാണ് കളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ക്രൊയേഷ്യ, പോളണ്ട്, പോർച്ചുഗൽ, സ്കോട്ട്ലൻഡ് എന്നിവരാണ് ആ ഒരു ഗ്രൂപ്പിലുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.